ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. ഭാഗവതത്തിന്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു സ്തുതിയാണ് ബ്രഹ്മാവിന്റെ സ്തുതി. സർവവേദാന്ത സാരം ഹി ഭാഗവതമിഷ്യത്തെ. ബ്രഹ്മാവിന് ഭഗവാൻ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തെ ആദ്യം തന്നെ ബ്രഹ്മാവിനെയാണ് ഈ ഈശ്വരാനുഭവത്തെ മനസ്സിലാക്കി കൊടുത്തത്. ആ ബ്രഹ്മാവ് താൻ ഈശ്വരനാണെന്നുള്ള ഒരു തോന്നലിലേക്ക് തൻ്റെ മായ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്ന ഒരവസ്ഥ. അതില് ബ്രഹ്മാവിനെതാ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ. മായകളുടെയും അല്ലെങ്കിൽ മായാവികളുടെയും മായാവിയാണ് ആര്? ഭഗവാൻ, അല്ലേ? ഭഗവാന്റെ മായയുടെ മുമ്പില് ബ്രഹ്മാവിന്റെ മായ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ വലിയൊരു മായയുടെ അഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയ സ്ഫുരണം മാത്രമേ ആകുന്നുള്ളൂ അവിടെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരിക്ക്? ഭഗവാൻ അല്ലെ ഗോപന്മാരെയും പശുക്കളെയും ഒക്കെ ഭഗവാനായിട്ട് മാറ്റി. അവിടെ അവരെയൊക്കെ ചതുർബാഹു വിഗ്രഹങ്ങളായിട്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. അതുകൂടാതെയോ ബ്രഹ്മാവ് ഇതാ മറച്ചു വെച്ചിട്ടുള്ള അവിടെയും ചതുർബാഹു വിഗ്രഹം. അപ്പൊ ഇത് എന്താ അവിടെ നടന്നിരിക്കുന്ന കഥ എന്നുള്ളത് ബ്രഹ്മാവിന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. താനാണോ താനല്ല മറിച്ചെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തിയില്ലേ ഇപ്പൊ അവിടെ? കാരണം ഇത്രയും നേരം വിചാരിച്ച എന്താണ്? താൻ പൈക്കുട്ടികളെയും ഗോപന്മാരെയൊക്കെ താൻ മറച്ചു വെച്ചു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നോക്കൂ, അവിടെ എന്താണ് ബാക്കി ഭൗതികമായിട്ട് അല്ലെങ്കിൽ ലൗകികമായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള പൈക്കുട്ടികളെയും ഗോപന്മാരെയും കാണുന്നു. അതുപോലെ തന്നെ താൻ മറച്ചു വെച്ചതായിട്ടുള്ള പൈക്കുട്ടികളും ഗോപന്മാരും സകലതും ചതുർബാഹു വിഗ്രഹങ്ങളായിട്ട് ഭഗവാന്റെ രൂപങ്ങളായിക്കൊണ്ട് അവിടെ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. തച്ചേജലസ്ഥം തവസജ്ജഗദ്വപു കിമ്മേന ദൃഷ്ടം ഹൃതിമേ തദൈവ കിം വാസുദൃഷ്ടം ഭഗവം തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. നമ്മള് 16-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ അനുസ്മരിച്ചത്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ശരിക്ക് ഈ ഒരു പരിച്ഛിന്നത്വം കേവലം അല്ലെ ഒരു മായികമാണ് എന്ന് പ്രബലപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ബ്രഹ്മാവിനെ. ഇപ്പൊ ഞാൻ ആ ജലത്തില് ദർശിച്ചതായിട്ടുള്ള രൂപം നന്നായി കാണുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആസ്ഥാനമായിട്ടുള്ള ഈ താമരയുടെ ദണ്ടിന്റെ അടിയിലേക്ക് ദ്വാരത്തിലൂടെ ഇറങ്ങിപ്പോയ സമയത്തും അവിടെ ഒന്നും കാണാത്തൊരവസ്ഥയിലേക്ക് അദൃശ്യമായി അവിടെ ശരിക്കും. പിന്നീട് അവിടുന്ന് ഗംഭീരമായിട്ട് ഞാൻ തപസ് ചെയ്തു. എന്നിട്ടോ തപസ് ചെയ്തപ്പോഴോ കിം മേ ന ദൃഷ്ടം ഹൃദിമേ തദൈവ കിം വാസുദൃഷ്ടം ഭഗവം തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. അപ്പൊ ഈ ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയതോടുകൂടി അത് സത്യമാണെങ്കിൽ അപ്പോൾ തന്നെ തദൈവ എന്നാൽ അല്ലെ എന്തുകൊണ്ട് എനിക്ക് കാണപ്പെടാൻ സാധിക്കുന്നില്ല? എനിക്ക് കാണാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അതിൽ പിന്നെ എൻ്റെ ഹൃദയത്തില് അല്ലെ എൻ്റെ ഹൃദയത്തില് എങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് പിന്നീട് അത് കാണാൻ സാധിച്ചു? ഉടനെ തന്നെ എന്താണ് ആ ഹൃദയത്തിൽ നിന്ന് വീണ്ടും അദൃശ്യമായി. അപ്പൊ അങ്ങനെയായപ്പോ ഈ തപസ് ചെയ്ത് മനസ്സിൽ സുവ്യക്തമായിട്ട് ഞാൻ കണ്ടതായിട്ടുള്ള ആ ഒരു രൂപം തന്നെ വലിയ താമസമില്ലാതെ അത് വേഗം എന്തായി തന്റെ ഉള്ളിൽ നിന്ന് അത് മറഞ്ഞുപോയി, അദൃശ്യവുമായി. അപ്പം അത്രൈവമായ ധമനാവതാരേ ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ജാന്തർജഠതേ ജനന്യ മായാത്വമേവ പ്രകടീകൃതം തേ. ഗുരുവായൂരപ്പ, പുറമേക്ക് സത്യമായിക്കൊണ്ട് അനുഭവപ്പെടുന്നതായിട്ടുള്ള ഈ ദൃശ്യപ്രപഞ്ചം കേവലം അത് മായികം ആണെന്നുള്ളതും അങ്ങയുടെ ഉള്ളില് കുക്ഷിയില് ഒതുങ്ങിയിട്ടുള്ളതാണെന്നും ഒക്കെ
അങ്ങയുടെ അമ്മയായിട്ടുള്ള യശോദാമ്മയ്ക്ക്, അല്ലെ, ആ മാതാവായിട്ടുള്ള യശോദാമ്മയ്ക്ക് പല സമയത്തും അങ്ങ് കാണിച്ചു കൊടുത്തു. കോട്ടുവായിട്ട സമയത്തും അങ്ങ് കാണിച്ചു കൊടുത്തു. മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് വന്നതായിട്ടുള്ള ആ കണ്ണന്റെ വാന്തു തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും അവിടെ അങ്ങ് കാണിച്ചു കൊടുത്തു അവിടെ. അപ്പം ഈ പ്രപഞ്ചം ഒരേ സമയത്ത് തന്നെയാണെന്ന് ആലോചിച്ച് നോക്കുക. എനിക്കും അത് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? പൈക്കുട്ടികളെയും ഗോപന്മാരെയും ഞാൻ എന്റെ മായ കൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേ രൂപം തന്നെ അങ്ങ് ഇപ്പം സൃഷ്ടിച്ചതായിട്ടുള്ള ആ പൈക്കുട്ടികളും ആ ഗോപന്മാരും അവർ രണ്ടുപേരും ഇപ്പൊ നിലനിൽക്കുക. രണ്ടുപേരും ഒരേപോലെ തന്നെ, യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ. ഇതേ അവസ്ഥ തന്നെയല്ലേ അങ്ങ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്? അമ്മ തന്റെ ഉള്ളില്, അല്ലെ, ജ്യോതിർഗോളങ്ങളെയും ആകാശവും ഭൂമിയും തുടങ്ങിയതായിട്ടുള്ള എല്ലാ സകല ലോകങ്ങളെയും കാണിച്ച് ആ യശോദാമയെയും ആ ഭഗവാന്റെ രൂപത്തെയും അതിനുള്ളില് ആ ഭഗവാൻ തുറന്നു നിൽക്കുന്നതിനുള്ള വായിൽ കാണുമ്പോൾ അതിനുള്ളിൽ വീണ്ടും ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ. അതിനൊരു ഒരു എൻഡിങ് ഇല്ലാത്ത രീതിയിൽ നോക്കൂ. ഇപ്പൊ പുറമേ കാണുന്നതായിട്ടുള്ള ആ പ്രപഞ്ചത്തെ അങ്ങയുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് ഗോചരമാക്കി കൊടുത്തില്ലേ ഹേ ഗുരുവായൂരപ്പ? അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരേ അവസരത്തില് അങ്ങയുടെ കുക്ഷിയിലുമുണ്ട്, ഈ പുറമേയും കാണുന്നു. അങ്ങനെയാണുള്ള ആ മായയുടെ പ്രഭാവം കൊണ്ടല്ലാതെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അപ്പം ഈ മായയുടെ മായാവിയായിട്ടുള്ള അങ്ങേക്കല്ലാതെ പിന്നെ വേറെ ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കുകയില്ല. അതാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് ബ്രഹ്മാവിന് അത് മനസ്സിലായി എന്നുള്ളതാണ്. ആ മായ മനസ്സിലായി യഥാർത്ഥത്തില്. താനൊന്നും അല്ല ഇതൊന്നും ചെയ്യുന്നത്, വെറുതെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. ഇതിനൊക്കെ ആധാരം അവിടുന്നാണ് എന്നുള്ളത് ആ ചോറുള്ളയും കൊമ്പും ചോറിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അദ്യൈവ ത്വദൃതയേസ്യ കിം മമനതേ മായാത്വമാദർശിതമേകോസി പ്രഥമം തതോ പ്രജസുഹൃൽ വത്സാഃ സമസ്താ അപി താവന്തോസി ചതുർഭുജാസ്തദഖിലൈഃ സാകം മയോപാസിതാസ്താവന്ത്യേവ ജഗന്ത്യഭൂസ്തദമിതം ബ്രഹ്മാദ്വയം ശിഷ്യത്തെ. ഈ മായത്വം, അല്ലെ, അതായത് അല്പം മുമ്പ് തന്നെ അവിടുത്തെ കൂടാതെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മായയാകുന്ന ആ മായത്വം എനിക്ക് വ്യക്തമായിട്ട് അവിടുന്ന് കാണിച്ചു തന്നു അവിടെ, അല്ലെ? അങ്ങ് മറച്ചു വെച്ചതും ഞാൻ മറച്ചു വെച്ചതുമായിട്ടുള്ള രണ്ടും ഒരേപോലെ നിൽക്കുന്നതും അതെല്ലാം എന്താണ്? ആ ഒരേ രീതിയിൽ തന്നെ. അതുപോലെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ പറയാണ് യഥാർത്ഥത്തില് ആ വത്സസ്തയത്തിന് ഒരേ ഒരാൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. എന്താണ് വത്സസ്തയം എന്ന് പറഞ്ഞാൽ? വത്സം എന്ന് പറഞ്ഞാല് പശുക്കുട്ടി, സ്തേയം എന്ന് പറഞ്ഞാല് മോഷണം, അല്ലെ? അപ്പൊ പശുമോഷണം എന്നുള്ളതാണ് വത്സസ്തേയം എന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പ് അങ്ങ് ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ്. കാരണം അവയെല്ലാം മറച്ചപ്പോൾ അത്രയും പൈക്കിടാങ്ങളും ഗോപബാലന്മാരും ഒക്കെ, അതുപോലെ ഓടക്കുഴലും കൊമ്പും ചൂരലും ചോറുരുളയും ഒക്കെ എല്ലാ സാമഗ്രികളും ഒരേപോലെ അവിടെ കാണപ്പെട്ടു. അവരെല്ലാവരും 4 തൃക്കൈകളോട് കൂടിയിട്ട് നമ്മളോടൊപ്പം, അല്ലെ, സകലരോടും വന്ദിക്കപ്പെട്ടവരുമായിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അത്ര തന്നെ എന്തൊക്കെയാണോ ഈ ചരാചരങ്ങള്, അതിനനുസരിച്ചുള്ള എല്ലാ സാമഗ്രികളും, അല്ലെ, ലോകങ്ങൾ, അത്ര തന്നെ ലോകങ്ങളും അവിടെ ഉണ്ടായി. അതുകൊണ്ട് അങ്ങ് അപരിച്ഛിന്നനും അത് തന്നെയല്ല രണ്ടാമതൊന്നില്ലാത്തതായിട്ടുള്ള ഒരു അദ്വൈത ബ്രഹ്മം തന്നെയാണ് എന്നിപ്പോതാ എനിക്ക് അടിയന് മനസ്സിലായി ഹേ ഗുരുവായൂരപ്പ. അദ്വൈത ബ്രഹ്മം ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും അതുപോലെ തന്നെ പ്രകൃതിയിൽ ദൃശ്യമാകുന്നതായിട്ടുള്ള ഈ നാനാത്വം എന്നുള്ളത് കേവലം മായികമാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഇന്നത് ചെയ്തു വെച്ചു എന്നൊക്കെ നമ്മൾ ചെയ്തു വെച്ചു എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചോളുക നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം.
നമുക്ക് എപ്പോഴും സാധിച്ചു പറ്റിയെന്ന് വിചാരിക്കല്ലേ. എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, ഇപ്പൊ പ്രഭാഷണം ചെയ്യുന്നു, പാരായണം ചെയ്യുന്നു, ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു, എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ മാത്രമേ നമുക്ക് നിൽക്കാം. അതാണ് സത്യം. അതാണ് സത്യം. അതല്ലാതെ ചിന്തിക്കുമ്പോഴാണ് അത് മായികമാകുന്നത് തോന്നുന്നത്. അതായത് അപ്പൊ ഈ പ്രകൃതിയിലെ ദൃശ്യമാകുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ യശോദാമയ്ക്ക് അങ്ങയുടെ ആ എന്താ തിരുനാവിൽ വായിൽ നിന്നും അല്ലെ കോട്ടുവായിട്ട സമയത്ത് കാണിച്ചു കൊടുത്തപ്പോൾ രണ്ട് പ്രപഞ്ചം ഒരേപോലെ കാണുകയാണ് അവിടെ. അപ്പൊ ഈ കേവലം കാണുന്നതായിട്ടുള്ള നാനാത്വമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് മായികമാണത്, അത് മിഥ്യയാണ് എന്നുള്ളത് ഇപ്പൊ അങ്ങ് വ്യക്തമാക്കി തന്നു ഇവിടെ. അപ്പൊ ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്നും ബ്രഹ്മാവ് അത് ഒരു ദൃഢതയോടുകൂടി, ദൃഢമായിട്ടുള്ള ആ ജ്ഞാനത്തോടുകൂടി അവിടുന്ന് മനസ്സിലാക്കി എന്ന് പറയാണ്. ബ്രഹ്മാവ് ഒട്ടും അവിടുന്ന് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ആരാ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈശ്വരാനുഭവം കിട്ടിയ ഒരാളാ. അപ്പൊ അത്ര കണ്ട് ജ്ഞാനിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് ആദ്യമേ തന്നെ അല്ലെ ഇപ്പോ മായയ്ക്ക് വശംവദനായിക്കൊണ്ട് ആണ് ഇതെല്ലാം ഇപ്പൊ നടന്നിട്ടുള്ളത്. ആ മായയെ പോലും, ബ്രഹ്മാവിന് പോലും ആ മായയെ ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഇതാ നമസ്കരിക്കുന്നു. പിന്നെയോ അജാനതാം ത്വൽപദവീമനാത്മന്യാത്മാത്മനാമാസി ഭാസി വിദത്യമായാം സൃഷ്ടാവിവാഹം ജഗതോ വിധാന ഇവത്വമേഷോന്ത ഇവ ത്രിനേത്ര. ഇനി പറയാണ്, ഏതൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നോട്ടെ, ഈ പ്രപഞ്ചത്തിൽ നടന്നോട്ടെ, അതിനൊക്കെ ആധാരം ആരാണ്? അങ്ങ് തന്നെയാണ്, അല്ലയോ? അല്ലെ? ഇനി ബ്രഹ്മാവ് എന്താണ് പറയാണ്, ഇനി അങ്ങേക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ ചോദിക്കുകയാണ്, അല്ല ബ്രഹ്മാവേ, ഞാൻ അല്ലെ അങ്ങ് ഞാനാണ് അങ്ങേക്ക് ഈ ശുദ്ധമായിട്ടുള്ള എന്താണ് ജ്ഞാനത്തെ പകർന്നു തന്നത് അല്ലെ, അങ്ങേക്ക് കാണിച്ചു തന്നത് ശുദ്ധ ചൈതന്യ സ്വരൂപമായിക്കൊണ്ട് ഞാൻ അങ്ങേക്ക് കാണിച്ചു തന്നു. എന്നിട്ടും അതിനെ മായ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഭഗവാൻ ചോദിച്ചാൽ സമാധാനമാണ് ദാ ഈ പറയുന്നതായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ. കാരണം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു നിർത്തതേ ഉള്ളൂ. താൻ ഈ മറച്ചു വെച്ചതായിട്ടുള്ളത് ഒക്കെ ഗോപന്മാരും അതുപോലെ പൈക്കുട്ടികളും, ഭഗവാനും ദാ സൃഷ്ടിച്ചിട്ടുള്ള പൈക്കുട്ടികളും ഗോപന്മാരും, ഇത് രണ്ടും ഒക്കെ ഞാൻ തന്നെ സൃഷ്ടിച്ചാടോ. പക്ഷെ ബ്രഹ്മാവ് എന്താ പറയുന്നത്? ഒക്കെ മായികമാണ്. അല്ലെ, മായികമാണ് എന്നുള്ളത് എടുത്ത് പറയുമ്പം എന്തിനാ ഈ മായികമാണെന്ന്? ഈ ശുദ്ധ ചൈതന്യ സ്വരൂപമായിട്ട് തന്നെ അങ്ങേക്ക് ഞാൻ കാണിച്ചു തന്നല്ലേ എന്നുള്ളത് ആണെങ്കിൽ, ബ്രഹ്മ ചോദിക്കുകയാണെങ്കിൽ അല്ലെ, അതിനുള്ള സമാധാനമാണ് ഞാൻ പറയുന്നത്. അജാനതാം ത്വൽ പദവീം അനാത്മന്യ ആത്മാത്മനോഭാസി വിതത്യമായ. അങ്ങ് ഇവിടെ ഈ സൃഷ്ടി വിഷയത്തില് ബ്രഹ്മാവായിട്ടുള്ള ഞാനും, പിന്നെയോ രക്ഷാ കർത്തൃത്വത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവും, പിന്നെയോ സംഹാര സമയത്ത് രുദ്രായിക്കൊണ്ടും ഒക്കെ അങ്ങ് തന്നെയല്ലേ ഇവിടെ പ്രശോഭിക്കുന്നത് അവിടെ. അപ്പൊ ഏകനായിട്ടുള്ള അങ്ങ് മായയെ അവലംബിച്ചുകൊണ്ട് ഈ നാനാത്വത്തെ ഒക്കെ പ്രകാശമാനമാക്കുകയാണ് അവിടെ. എല്ലാവരെയും അതിനെ തോന്നിപ്പിക്കലാണ് യഥാർത്ഥത്തില്. അപ്പൊ അങ്ങയുടെ ആ പരമാർത്ഥ തത്വം അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതേ പ്രകാരമാണ് ദാ സുരേഷു ഋഷീശ തഥൈവ നൃഷ്വപി തിര്യക്ഷു യാദസ്വപി തേജനസ്യ ജന്മാസദാം ദുർമദ നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ ച. ഇവിടെയുള്ള മനുഷ്യര്, ദേവന്മാര്, ഋഷികള്, പിന്നെ യാദസ്സു എന്ന് പറഞ്ഞാല് ജലജീവികള്. അപ്പൊ ഇവകളിലും അതുപോലെ തന്നെ എന്താണ് അവതാരങ്ങൾ സ്വീകരിക്കുന്നത്, ഓരോരോ രീതിയിൽ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് അവതാരങ്ങള്. ജലത്തിൽ വസിക്കുന്നതായിട്ടുള്ള മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും അല്ലെ, പല രീതിയിലുള്ള അവതാരങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു. അപ്പൊ അവയൊക്കെ ആകട്ടെ എന്തിനു വേണ്ടിയാണ്? വിധാത സദനുഗ്രഹായ ദുർമത നിഗ്രഹായ സദനുഗ്രഹായ ച. അല്ലെ, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുവാനും പിന്നെയോ ബാക്കി ശിഷ്ടന്മാരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും അങ്ങ് പല വേഷങ്ങള്, ദേവന്മാരായിട്ടും ഋഷിയായിട്ടും ജലജന്തുക്കളായിട്ടും തിര്യക്കുകളായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ അങ്ങ്
അവതാരങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നു. അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങാരാണ്? ഏകനാണ്, അല്ലെ? ശുദ്ധ ചൈതന്യമാണ്, ജന്മാദി ഷഡ്ഭാവരഹിതനാണ്. അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് ഒരു നാനാത്വം ആയിട്ടുള്ള ഒരു അവതാരം മുതലായ ഒക്കെ എന്താണ്? അതൊക്കെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മായാശക്തികളാണ് അങ്ങയുടെ. അങ്ങേക്ക് ഗുണമുണ്ടോ? ഇല്ല. അങ്ങേക്ക് രൂപമുണ്ടോ? ആകൃതിയുണ്ടോ? ഒന്നും വേണ്ടില്ല. അങ്ങേക്ക് ഇരിക്കാൻ സ്ഥലം വേണോ? ഇല്ല. അങ്ങ് തന്നെയല്ലേ എല്ലാം. അപ്പൊ ഇതൊക്കെ അങ്ങ് മായയെ സ്വീകരിച്ചുകൊണ്ട് ഓരോരോ അവതാരങ്ങളിലൂടെ അങ്ങ് വരികയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമായിട്ട് ആ നാനാത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഏകം സൽ വിപ്രാ ബഹുധാവദന്തി എന്ന് അല്ലെ ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വാക്യത്തില് ഏകം എന്നത് എന്താണ് ശരിക്ക്? അതാണ് യഥാർത്ഥത്തിൽ പരമാർത്ഥ സ്വരൂപം. പിന്നെയോ ബഹുധാവദന്തി. ആ ബഹുധാവദന്തി എന്നുള്ളത് നാനാത്വമാണ്. ആ നാനാത്വം എന്താണ്? അത് മായികമാണത്. സത്യത്തിൽ ഒന്നേ ഉള്ളൂ ഇവിടെ. പക്ഷേ അങ്ങയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പലതായിട്ട് ഇവിടെ തോന്നുന്നു. ആ പലതായിട്ട് തോന്നുന്നതൊക്കെ എന്താണ്? അതൊക്കെ മിഥ്യയാണ്, മായികമാണത്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനും അതുപോലെ അനേകം ഗോപബാലന്മാരും പൈക്കുട്ടികളും ഒക്കെ ആയിട്ട് അസംഖ്യം രൂപങ്ങളില് ബ്രഹ്മാവിന് ഇവിടെ ദർശനം നൽകി. അങ്ങനെ നൽകിയ സമയത്ത് എന്തായി? ഏകനും അദ്വിതീയനും ആയിട്ടുള്ള ആ അങ്ങയിലെ നാനാത്വം എന്നുള്ളത് മായാകൽപിതമല്ലേ എന്നുള്ള ചോദ്യത്തിന് അവിടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രസക്തി ഉണ്ട്. അവിടെ സത്യത്തില് ഏക അദ്വിതീയം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് വാക്ക്, സത്യജ്ഞാനമനന്തം ബ്രഹ്മ, ഇങ്ങനെയൊക്കെയുള്ള ആ ഉപനിഷത്ത് വാക്കുകളെ നമ്മൾ ഒന്ന് എടുത്ത് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാല് ഈശ്വര ചൈതന്യം എന്നിരിക്കെ വ്യാവഹാരിക ദശയില് ഈ സൃഷ്ടി സ്ഥിതി സംഹാരാദികളും അവതാരങ്ങളും പിന്നെയോ അതിനോട് ചേർന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അതെല്ലാം അനിവാര്യമായിട്ട് ചെയ്യുന്ന ഏകനായിട്ടുള്ള ആ ഈശ്വരന് മായയെ അവലംബിക്കാതെ അപ്രകാരം നാനാത്വത്തിലൂടെ ഇത് പലതായിട്ട് കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഏകനായിട്ടിരുന്നു കഴിഞ്ഞാല്. അങ്ങനെ അപ്രായോഗികമായിട്ട് ഇരിക്കെ ബ്രഹ്മാവ് എന്തായി? ബ്രഹ്മാവ് കണ്ടതൊക്കെ മായികമാണെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബാക്കിയൊക്കെ മായിക അല്ലേ? അത് മായികമാണത്. ഒന്നേ ഉള്ളൂ ഇവിടെ, ബാക്കിയൊക്കെ മായികമാണ്. മായയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് ബാക്കിയൊക്കെ. അപ്പം ഇവിടെ ത്രിമൂർത്തികളായിട്ട് പിരിഞ്ഞ് സൃഷ്ടിയാദികളും അതുപോലെ ശിഷ്ടരക്ഷണം ദുഷ്ടനിഗ്രഹണം ഇതൊക്കെ സാധിക്കാനുള്ള ഒരു അവതാര വിശേഷങ്ങളൊക്കെ എന്താണ്? അതൊക്കെ മായികമാണ്, അതൊക്കെ മിഥ്യയാണ് ശരിക്ക്. അപ്പം ഈ ഒരു രീതിയിൽ ആ മായയെ വ്യക്തമായിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു ഏകത്വം അത് സത്യവും ആ സത്യസ്വരൂപനെ ആണ് ഞാനിതാ അവിടത്തേക്ക് സ്തുതിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കിയിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കിടക്കാം. കോവേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരാദീർഭവതസ്ത്രിലോക്യാം കഥം വാക്കതി വാക്കദേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. ഇനി അവിടെ പറയാണ് അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണ് ഹേ ഗുരുവായൂരപ്പ. അതുകൊണ്ട് എന്താണ്? ഐശ്വര്യാദി അല്ലെ, ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മം ശ്രീ യശസ് തുടങ്ങിയതായിട്ടുള്ള ഷഡ്ഗുണ സമ്പന്നനാണ്. 6 ഭഗങ്ങൾ കൂടിയതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരമാത്മാവാണ് അങ്ങ്. ആ യോഗങ്ങൾക്കെല്ലാം ഈ ഏതൊക്കെ യോഗങ്ങളോ ദർശനങ്ങളുണ്ടോ അതിനൊക്കെ ഈശ്വരനാണ് അങ്ങ്. യോഗമായി വികസിപ്പിച്ചുകൊണ്ട് ലീലകൾ ആടുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു പ്രഭാവങ്ങൾ എവിടെ, എപ്രകാരം, എപ്പോൾ, എത്ര എന്നൊന്നും അതൊന്നും ത്രൈലോക്യവാസികളിൽ ആർക്കും തന്നെ അത് അറിയാൻ സാധിക്കുകയില്ല. കോ വേത്തി ഭൂമൻ, ആർക്കറിയാൻ സാധിക്കും? പരാത്മൻ യോഗേശ്വരാദിർ ഭവത ത്രിലോക്യാം ക്വ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി
യോഗമായ അങ്ങിങ്ങനെ മായയെ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള ഈ ലീലകളെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുരുവായൂരപ്പ? അല്ലേ? അങ്ങ് ഈ യോഗമായയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങിങ്ങനെ ലീലകൾ ആടുന്നു. ഈ ലീലകളുടെ പ്രഭാവത്തെക്കുറിച്ച് എപ്രകാരം, എപ്പോൾ, എത്ര എന്നൊന്നും ആർക്കും, ഈ ത്രിലോകവാസികളിലുള്ള ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്നുള്ളത് എന്താണ്? മിഥ്യയാണ്. ശരി, കാണാൻ സാധിക്കുമായിരിക്കും, പക്ഷെ അത് ഒരിക്കലും ശാശ്വതമായിട്ട് നിൽക്കുന്നതല്ല. അതൊക്കെ നശിച്ചു പോകുന്നു, കാണുകയും ചെയ്യും, നശിച്ചു പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ വിശ്വസിക്കാതെ, അല്ലേ? നമ്മളുടെ അവസ്ഥ അതല്ലേ? കാണുന്നു, അത് നശിക്കുന്നു, വീണ്ടും. ഇത് തന്നെയല്ലേ ഒരു മരണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും ഇത് തന്നെയല്ലേ? നമ്മളെന്താ ധരിക്കുക? നമുക്ക് മരണം ഇല്ല. ആ ഒരു സത്യം നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മളെ വീണ്ടും മുമ്പോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോരുത്തരും നമ്മളിൽ നിന്ന് നമ്മളോട് ചേർന്നവരെ അങ്ങോട്ട് വിട്ടുവിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഇനിയും ധാരാളം ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് മിഥ്യ എന്ന് പറയുന്നത്, മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം, നമ്മൾ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ എന്താണ്? മിഥ്യയാണ് ഗുരുവായൂരപ്പ. അതെന്താണ്? സ്വപ്നത്തിന് തുല്യമാണ്. സ്വപ്നത്തിൽ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മളോട് ചേർന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു ചെന്ന് കഴിഞ്ഞാലോ അവരോട് അതിന്റെ പേരിൽ നമ്മൾ പ്രതികരിക്കോ? ഇല്ല. നമുക്കറിയാം അത് സ്വപ്നമാണ്, സ്വപ്നത്തിൽ കണ്ടതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നമ്മൾ വെച്ചുകൊണ്ട് അത് വിടും. അതേപോലെയുള്ള വലിയ സ്വപ്നമാണിത്. ഈ ജാഗ്രത അവസ്ഥയിലുള്ള വലിയൊരു സ്വപ്നത്തിലാണ് നമ്മളുടെയൊക്കെ ഈ പ്രപഞ്ചം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് മിഥ്യയാണെന്നുള്ളത് വ്യക്തമാണ്. അവിടെ സ്വപ്നത്തിന് തുല്യമാണ് യഥാർത്ഥത്തിൽ. എന്നാൽ മറിച്ച് തോന്നപ്പെടുകയാണ് ഇന്ന് ഓരോരുത്തർക്കും. അപ്പം ഒന്നിനു പുറകെ വേറെ ഒന്നായിക്കൊണ്ട് വരുന്നതായിട്ടുള്ള ഓരോരോരോ ദുഃഖങ്ങളുടെയും കാരണം എന്താ? ആ ദുഃഖങ്ങൾക്കും ആസ്പദമാണ് യഥാർത്ഥത്തില് ഈ മിഥ്യയായിട്ടുള്ള പ്രപഞ്ചം. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം മായയിൽ നിന്ന് ഉടലെടുത്തതാണെങ്കിൽ പോലും നിത്യാനന്ദമയവും അതുപോലെ തന്നെ ജ്ഞാനാത്മകവുമായിട്ടുള്ള ആ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങയിൽ നിന്നല്ലേ ഇത് പോന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്താണ്? പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടിയാണെങ്കിൽ പ്രകൃതി ഈശ്വരനല്ലേ? പ്രപഞ്ച ഈശ്വരനല്ലേ? ഈശ്വരൻ അല്ലാത്തത് ആരാ ഉള്ളത്? അപ്പൊ പിന്നെ സകലതും ഈശ്വരൻ തന്നെ. ഈശ്വരൻ അല്ലാത്തതൊന്നും ഇല്ല ഇവിടെ. അപ്പം അങ്ങയെ ആശ്രയിച്ചത് ആകയാൽ സത്യമെന്ന പ്രതീതിക്ക് ഇവിടെ വിഷയീഭവിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ ഈ വിശ്വം മായികമെന്നും സ്വപ്നത്തിൽ കാണുന്ന ഗന്ധർവ നഗര തുല്യവും എന്നൊക്കെ വേദാന്തികളുടെ മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവ നഗരം യഥാ തഥാ വിശ്വം ഇതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈഹി എന്ന് മാണ്ഡൂക്യ ശാരികാരികയിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ബൃഹദാരണ്യത്തിന്റെ ഭാഷയിൽ അവിടെ പറയുകയാണ്, സംസാരത്തിന്റെ സ്വഭാവം വർണ്ണിക്കുന്നതിലും സ്വപ്ന സാദൃശ്യം അവിടെ എടുത്തു പറയണം എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള മിഥ്യയായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ ഒരു സ്വപ്നം പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ അന്നാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം ഇപ്രകാരം ആണെങ്കിലും ഈശ്വരൻ തൻ്റെ നിത്യാനന്ദമയത്വം, ആ ആനന്ദമയത്വം, ജ്ഞാനസ്വരൂപത്വം, ഇങ്ങനെയുള്ളതൊക്കെ ആ സത്യത്തിൽ എന്താണ് ആ ഒരു രീതിയില് ആ സത്യത്തിന്റെ പ്രതീതി ഉളവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഈശ്വരന്റെ ഏകദേശ ഒരു സ്വഭാവത്തെ അവിടെ കാണിച്ചു തരുന്നത്. ഇനി അങ്ങോട്ട് ആ ഭഗവാന്റെ രൂപത്തെ ഭഗവാന്റെ ആ സ്വഭാവത്തെ കുറിച്ച് പറയുന്നതാണ് 23-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗങ്ങൾ. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അത് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.